ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന തേക്കടി വീഡിയോയുടെ പാർട്ട് 2 ആണ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ബോട്ടിങ്ങിന് വേണ്ടി പോവാണ്. ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത് ബോട്ടിങ്ങിനായിട്ട്. ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30-ക്കാണ്. ആദ്യത്തെ ബോട്ടിങ് 7:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും അങ്ങ് എത്തണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് തിരിച്ച് വന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പോൾ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ. ഇവിടുന്ന് നമ്മളൊരു ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് അത് എൻട്രൻസ് ടിക്കറ്റാണ്. അത് ഉണ്ടെങ്കിലേ നമുക്ക് ബസ്സിൽ ബോട്ടിംഗ് നടക്കുന്ന ഏരിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ ജാക്കറ്റൊക്കെ ഇടിച്ചാണ് ഇറക്കിയത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കറങ്ങാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ രാവിലെ എണീക്കും, ഇല്ലെങ്കിൽ ഉണർത്തുന്നത് ഒരു ടാസ്ക്കാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഈ കിടക്കുന്ന ബസ്സുകളിൽ കയറി വേണം നമുക്ക് ബോട്ടിംഗ് നടക്കുന്ന ഏരിയയിലേക്ക് പോകാൻ. അല്ലാത്ത വാഹനങ്ങളൊന്നും അവിടെ അലൗഡ് അല്ല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ആ ടിക്കറ്റ് എടുക്കണം, എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം. ബോട്ടിങ്ങിനുള്ള ടിക്കറ്റാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നവർ ഓരോരുത്തരായിട്ട് ബസ്സിൽ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ് ഒരു ബസ്സാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ലൈവായിട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ബസ്സും, ഓൺലൈനായിട്ട് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കെല്ലാം സെപ്പറേറ്റ് ഒരു ബസ്സും ആയിരുന്നു. അങ്ങനെ നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് കിട്ടി. ഇവിടെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും ടൈമും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ബോട്ടിങ്ങിൻ്റെ ടൈമെന്ന്. 7:30 to 9 രാവിലെ ഫസ്റ്റ് ബോട്ടിങ്ങിൻ്റെ ടൈം. നമ്മൾ അതിനാണ് പോകുന്നത്. രാവിലെ ആകുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ്. അധികം വെയിലൊക്കെ ആവുന്നതിന് മുന്നാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്ത് ചില്ലായിട്ട് പോയിട്ട് വരാം. അപ്പോൾ നമുക്കുള്ള ബസ് വന്നു. നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചു, ബസ്സിലേക്ക് കയറി. ബസ്സിൽ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ബാക്കിലാണ് ഇരുന്നത്. കാടിൻ്റെ നടുക്കൂടാണ് ബസ് പോകുന്നത്. ബാക്കിയുള്ള വാഹനങ്ങളൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് എത്തി. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. രാവിലെ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നീട് നമുക്ക് ഇതിൽ നിന്നും അകത്തോട്ട് കയറണം. അവിടെയാണ് നമ്മുടെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നതുമൊക്കെ. അവിടെ നിന്നാണ് നമുക്ക് ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് ഡോറ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഏതൊക്കെ ജീവികളെയാണ് കാടിനുള്ളിൽ കാണാൻ പറ്റുക, അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ പറ്റി അവർ ഫ്രെയിം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കി ഈ പുഴയിൽ ഏതൊക്കെ മത്സ്യങ്ങളുണ്ട്, ഈ ഫോറസ്റ്റിൽ ഏതൊക്കെ ജീവികളുണ്ടെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും. ഇതിനെയൊക്കെ കാണുന്നത് നമ്മുടെ ഈ ലക്ക് പോലെ ഇരിക്കും. അത് പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ ഈ ജീവികളൊക്കെ. രാവിലെ ഇപ്പം വെള്ളം കുടിക്കാനൊക്കെ വരും എന്ന് കരുതിയാണ് നമ്മൾ രാവിലെ തന്നെ ചൂസ് ചെയ്തത്. നമ്മളവിടെ ചെന്നപ്പോൾ ട്രിപ്പിനായിട്ട് 3 ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് 1 ബോട്ടും അല്ലാതുള്ളവർക്ക് 2 ബോട്ടുമാണ് ഉണ്ടായിരുന്നത്. ഓൺലൈൻ ബുക്ക് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ചെന്ന ടൈമിൽ തന്നെ ഒരുപാട് പേര് വന്ന് ടിക്കറ്റ് കിട്ടാതെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്കിനി അടുത്ത ട്രിപ്പ് 9:30-ക്കുള്ളതിന് മാത്രമേ കയറാൻ പറ്റൂ. അപ്പോൾ അത്രയും ടൈം നമുക്ക് വേസ്റ്റായി പോവും. നമ്മൾ നേരത്തെ കരുതിയിരുന്നത് രാവിലെ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും കാണില്ലെന്നാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. നമ്മുടെ ബോട്ടിൻ്റെ പേര് ജലയാത്ര എന്നായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു ടൈം ആകുമ്പോൾ മാത്രമേ അവർ ആ ഒരു വഴി തുറന്നു തരുള്ളൂ. ഇപ്പോൾ അവർ ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നടന്ന് ആ ബോട്ട് കിടക്കുന്ന ഏരിയയിലേക്ക് പോകണം. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിൽ കുറച്ചൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ആ മരത്തിലൊരു സിംഹവാലൻ കുരങ്ങനെ നമുക്ക് കാണാൻ പറ്റി ആദ്യം തന്നെ. അപ്പോഴത്തേക്കും മോളും ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്തൊക്കെയാണ് അകത്ത് കാണുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല മഞ്ഞുണ്ട്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. എല്ലാവരും കയറിയതിന് ശേഷം കറക്റ്റ് 7:30 കഴിഞ്ഞേ ബോട്ട് എടുക്കുകയുള്ളൂ. എന്നാലും ആൾക്കാർക്ക് പെട്ടെന്ന് ബോട്ടിലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസി കൊണ്ട് നല്ല തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ആദ്യം കിടക്കുന്ന ബോട്ടാണ് നമുക്ക് പോകേണ്ടത്, ജലയാത്ര. അപ്പം നമ്മൾ അതിലാണ് കയറുന്നത്. ബാക്കി 2 ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്തവരുടെ ബോട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് പതുക്കെ കയറുകയാണ്. നല്ല മഞ്ഞുണ്ട് ചുറ്റിനും. ആ കാടുകളുടെ ഇടയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ് കാണാൻ പറ്റും. അതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ ആയിരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ കയറി കറക്റ്റ് സീറ്റിലൊക്കെ, സീറ്റ് നമ്പർ ഉണ്ട് ഓരോരുത്തർക്കും, ആ ഒരു സീറ്റിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഫോണിൻ്റെ എല്ലാം റേഞ്ച് പോവും. ഒരു സിഗ്നലും ഉണ്ടായിരുന്നില്ല ആരുടെയും ഫോണിന്.
പിന്നെ ഉള്ളിലേക്ക് പോകുന്തോറും ഭയങ്കര കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് സാധാരണ നമ്മളെ കാണുന്നതിൽ നിന്ന് വ്യത്യാസമായി പക്ഷികളുടെയും മൃഗങ്ങളുടെയും മാത്രം സൗണ്ടേ നമുക്കവിടെ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഭയങ്കര സൈലൻ്റാണ്. ബോട്ടിൽ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് കാട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്, എന്തിനെങ്കിലും കാണാൻ പറ്റും എന്ന് വിചാരിച്ച്. നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് സിംഹവാലൻ കുരങ്ങുകളെയൊക്കെ കണ്ടു, പിന്നെ കരിങ്കുരങ്ങുകളെ കണ്ടു. പക്ഷേ അതൊക്കെ നമുക്ക് ഫോണിൽ അത്രയും സൂമിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. തന്നെയല്ല ഈ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കാൻ കുറേയൊക്കെ വിട്ടുപോയി. പിന്നെ നമ്മൾ ദൂരേക്ക് പോകും തോറും മരക്കുറ്റികൾ വെള്ളത്തിൻ്റെ നടുക്ക് കാണാൻ തുടങ്ങി. ഇതെല്ലാം ഒരു സമയത്ത് നന്നായിട്ട് മരങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നീട് ഇവിടേക്ക് വെള്ളം കയറിയതാണ്. അതാണ് മരങ്ങൾ ഇങ്ങനെ ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബോട്ടിങ്ങിന് പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം ഒരു ഫ്രഷ്നെസ് ആണ്. നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടിയ ഒരു ഫീലാണ്. ഫ്രഷ് എയറാണ്, ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത ഫ്രഷ് എയറാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ കുറവായതുകൊണ്ടായിരിക്കും നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ അടിയിൽ മുതലയും ചീങ്കണ്ണിയും ഒക്കെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ അതൊന്നും മുകളിലേക്ക് വരാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഒത്തിരി ടൈപ്പ് ഓഫ് പക്ഷികളെ നമ്മൾ കണ്ടു. പോകുന്ന വഴിക്ക് മരക്കുറ്റികളിലൊക്കെ ധാരാളം വെറൈറ്റി പക്ഷികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ സാധാരണ നാട്ടിൽ കാണാത്ത ടൈപ്പ് പക്ഷികളായിരുന്നു കൂടുതലും. രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ഒരു വ്യൂ പറഞ്ഞറിയിക്കാതെ വയ്യ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മഞ്ഞുമലയിലേക്ക് പോകുന്ന പോലാണ് ദൂരെ നോക്കുമ്പോൾ തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാട്ടുപോത്താണ്. ദൂരെ കാണുന്നത് കാട്ടുപോത്താണ്. അത് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ കാണുന്നത് ഒരു കാട്ടുപന്നിയാണ്. അതും പുല്ലൊക്കെ തിന്നാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിനെയൊക്കെ കാണുന്ന ടൈമിൽ ബോട്ട് കുറച്ച് നേരം ഒന്ന് സ്ലോ ചെയ്ത് തരും നമുക്ക് വേണ്ടി, നന്നായിട്ട് കാണാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ കൂടുതലും അത് മറന്നു പോകാറാണ് പതിവ്. ഇപ്പോൾ ഓടിപ്പോകുന്നത് മലയണ്ണാനാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വ്യൂ ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. ഒത്തിരി കുരങ്ങുകളുണ്ട്. നമ്മൾ വരുന്ന ഏരിയയിൽ തന്നെ ഒത്തിരി കുരങ്ങുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു കുരങ്ങുകളുണ്ട്. അതിനെ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു. ഇവിടാണ് ബസ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് ആ വന്ന സ്ഥലത്ത് തന്നെ എത്തി, പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി. പിന്നെ നമ്മൾ ഹോട്ടലിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു. മോൾക്ക് പാൻ കേക്ക് മതിയെന്ന് പറഞ്ഞ് അവൾ പാൻ കേക്കാണ് കഴിച്ചത്. ഞങ്ങൾ മസാല ദോശയും പൂരിയൊക്കെ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ ഭയങ്കര കാര്യമായിട്ട് ഫോർക്കും നൈഫും ഒക്കെ വെച്ചാണ് കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങാനാണ് പ്ലാൻ, ചെക്കൗട്ട് ചെയ്യാനാണ് പ്ലാൻ. ഇത് കഴിഞ്ഞ് നമുക്ക് കമ്പം വരെ പോകണം. കമ്പത്ത് പോയി കുറച്ച് മുന്തിരിത്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് ഒരു പ്ലാനും കൂടെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. കമ്പം തേനി റോഡിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാറൊന്ന് നിർത്തി അത് കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞ് അധികം ടൈം എടുത്തില്ല, കാരണം പോയിട്ട് തിരിച്ച് വരേണ്ടതാണ്. ഇന്ന് തന്നെ വീട്ടിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് അധികം ടൈം നിന്നില്ല. അവിടെ നിന്ന് കമ്പം റൂട്ട് തന്നെ പിടിച്ചു. നമ്മൾ ജെനീസ് ഗ്രേപ്സ് എന്ന് പറയുന്ന ഒരു മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. റോഡൊക്കെ ഭയങ്കര നല്ല റോഡായിരുന്നു. റോഡിൻ്റെ രണ്ട് സൈഡിലും കൃഷിയാണ്. ഒരു ഏരിയ കഴിയുമ്പോൾ ഫുള്ള് കൃഷിയാണ്. മുന്തിരി, അതുകൂട്ട് പല സാധനങ്ങളും, തെങ്ങുംതോപ്പുണ്ട്. അതുകൂട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ, പൂക്കൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് വാഴത്തോപ്പുണ്ട്. അങ്ങനെ ഭയങ്കര കൃഷിയുടെ ഒരു ഏരിയയാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര പച്ചപ്പുമൊക്കെ ആയിട്ട്. പോകുന്ന വഴിയുടെ സൈഡിലും മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ വിളവാകാത്ത മുന്തിരികളായിരുന്നു കൂടുതലും. അപ്പോൾ നമ്മൾ ജെനീസ് ഗ്രേപ്സിൽ എത്തിയിരിക്കുകയാണ്. ഈ മുന്തിരിത്തോട്ടത്തിലേക്കാണ് നമ്മൾ വന്നത്. ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫ്രീ എൻട്രി ആയിരുന്നു. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ മുന്തിരി പറിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചേപ്പുണ്ട്. വരുന്നവർ പറിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല കിടിലം വ്യൂ ആണ്. നമ്മൾ നോക്കുമ്പോൾ മുന്തിരി എല്ലാം നല്ല പാകമായ മുന്തിരിയാണ്, പഴുത്ത് നല്ല കളറൊക്കെ ആയ മുന്തിരിയാണ് ചുറ്റിനും കാണുന്നത്. ഒരു വലിയ ഏരിയ മുന്തിരിത്തോട്ടമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മുന്തിരി പറിക്കുന്നു നോക്കാൻ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. ആരെങ്കിലും മുന്തിരിയിൽ തൊടുകയാണെങ്കിൽ ആ മാമൻ അവിടെ നിന്ന് വിസിലൂതും. മുന്തിരിയിലൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അധികം തൊട്ട് നോക്കാനൊന്നും നിന്നില്ല. പിന്നെ മോളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കണ്ടൊരു കണ്ണാടിയൊക്കെ വെച്ച് ചിരിച്ചവിടെ നിൽപ്പുണ്ട്. നമ്മൾ അകത്തോട്ട് ഈ കമ്പിയുടെ അപ്പുറം കാണുന്നത് തോട്ടമാണ്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഈ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്.
ഇതിനുള്ളിൽ തന്നെ മുന്തിരിയും മുന്തിരിയുടെ ജ്യൂസും സ്ക്വാഷും ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുന്തിരി നമുക്ക് അന്നേരം തന്നെ ഫ്രഷായിട്ട് പറിച്ച് തൂക്കി വാങ്ങിക്കാം. സ്ക്വാഷുണ്ട്, അതുകൂട്ട് അതിൻ്റെ ക്രഷുണ്ട്, എല്ലാം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ അടിച്ച് നമുക്ക് ജ്യൂസ് തരും, വൈനുണ്ട്, അങ്ങനെ ഒത്തിരി മുന്തിരി വെച്ചുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളപ്പോൾ കുറച്ച് മുന്തിരി ഫ്രഷായിട്ട് വാങ്ങിച്ചായിരുന്നു. ഈ ചേച്ചിയുടെ നിന്നാണ് നമ്മൾ മുന്തിരി വാങ്ങിച്ചത്. അവിടെ തന്നെ മുന്തിരി വെച്ചുള്ള ഒരുപാട് പ്രോഡക്ട്സും വെച്ചേപ്പുണ്ട്. പാകമാവുന്ന മുന്തിരിയൊക്കെ ഇവരിങ്ങനെ പറിച്ച് ലൈവായിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് പാഞ്ചാലിമേടും കൂടെ ഒന്ന് കയറാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ ഉച്ചയോടുകൂടി ഇവിടുന്ന് ഇറങ്ങി. നമ്മൾ പോയത് നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ടൈമിലായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പെൻസ്റ്റോക്കിൻ്റെ പൈപ്പൊക്കെ കണ്ടു. എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് സമയം 1:15. ഇപ്പോഴത്തെ ക്ലൈമറ്റാണ് നിങ്ങൾ കാണുന്നത്. മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഭയങ്കര മഞ്ഞായിരുന്നു. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ വണ്ടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര മഞ്ഞായിരുന്നു. ആ ക്ലൈമറ്റൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ കിച്ചണിൽ കയറി. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും. പുറത്തെ വ്യൂ നല്ല ഭംഗിയാണ് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ പാഞ്ചാലിമേട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ എവിടെ കറങ്ങാൻ പോയാലും മാക്സിമം ഏരിയ കവർ ചെയ്തേ വരാറുള്ളൂ. പിന്നീട് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് പോകണ്ടല്ലോ, അത് ഉദ്ദേശിച്ചാണ് അങ്ങനെ ഫുൾ ഏരിയ കവർ ചെയ്ത് വരുന്നത്. അങ്ങനെ ഒരു 3:30 ഒക്കെ ആയപ്പോഴേക്കും പാഞ്ചാലിമേട്ടിലെത്തി. അവിടെയും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭംഗി തോന്നുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. നമ്മൾ കയറി ചെല്ലുന്ന വഴിയിൽ ഗേറ്റിൽ സൈഡിലായിട്ട് തന്നെ അവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജൊക്കെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നടക്കാൻ തുടങ്ങി. കുറച്ചധികം മുകളിലേക്ക് നടക്കണം. ധുനി ആദ്യം തന്നെ സ്പീഡിൽ നല്ല രീതിയിൽ നടന്ന് കയറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പുറകെ പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ നടന്നു തുടങ്ങുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു മണ്ഡപം പോലെ കല്ല് വെച്ച് അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ടീ സ്റ്റോളും ഒക്കെ ഉണ്ട്. നമ്മൾ ചെന്ന ടൈമിൽ പാഞ്ചാലിമേട്ടിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ വലിയ തിരക്കില്ലാതിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഏരിയയൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റും. ഒരുപാട് ആളുകളാകുമ്പോൾ എന്തോ എല്ലാവരും ഇങ്ങനെ കൂടി നിന്ന് ആ ഒരു സ്ഥലത്തിൻ്റെ സൗന്ദര്യം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റാത്ത പോലെ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ ചില ഏരിയയിൽ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. സിപ്പ് ലൈൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കുരിശ് നാട്ടിയിരിക്കുന്നത് കണ്ടു. നമ്മൾ നടന്ന് അങ്ങോട്ട് പോകും തോറും മുകളിലേക്ക് പോകും തോറും നല്ല മഞ്ഞാണ്. കുറച്ച് ദൂരത്തിലെത്തിയ ആളിനെ കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞാണ്. നമ്മളുടെ ഫ്രണ്ടിലൊക്കെ ആളുകളുണ്ട്, പക്ഷേ അവരെ നമുക്ക് കാണാൻ പറ്റാത്തതാണ് ആ മഞ്ഞിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട്. മോൾക്ക് വല്ലാണ്ട് ഇഷ്ടമായി ഈ ഒരു ഏരിയ, ആ ഒരു മഞ്ഞൊക്കെ. ഇവളെപ്പോഴും ടി വിയിലൊക്കെ മഞ്ഞ് കാണുമ്പോൾ എനിക്ക് മഞ്ഞ് കാണണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴൊന്നും ഇത്രയും മഞ്ഞ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും നല്ല ലക്കിന് നല്ല മഞ്ഞുണ്ടായിരുന്നു. ഈ ഒരു വ്യൂവും ക്ലൈമറ്റും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. നമ്മൾ ഫോണിലൊക്കെ കാണുമ്പോൾ എത്രത്തോളം അത് നമ്മളിലേക്ക് എത്തും എന്നറിയാൻ പറ്റത്തില്ല. അപ്പോൾ പോകാൻ പറ്റുന്നവർ ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് പോവുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പാഞ്ചാലിമേട്ടിലെ ഏറ്റവും മുകളിലെത്തിയുള്ള വ്യൂ ആണിത്. നമുക്ക് താഴേക്ക് നോക്കുമ്പം ഒത്തിരി ഏരിയയിൽ മഞ്ഞും കുറേ പച്ചപ്പും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ചുറ്റും നല്ലൊരു ഭംഗിയാണ്. ഏറ്റവും ഉയരത്തിലെത്തിയിട്ട് അവിടുന്ന് പിന്നെ ഇതുപോലെ നിരപ്പായിട്ട് കുറച്ച് സ്ഥലം നമുക്ക് നടക്കാനായിട്ടുണ്ട് ആ മുകൾ ഭാഗത്ത് തന്നെ. അത്രയേ ഉള്ളൂ. അപ്പോൾ പാഞ്ചാലിമേടിൻ്റെ വ്യൂ കഴിഞ്ഞു. അപ്പം പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി നേരത്തെ കാണിച്ച ടീ സ്റ്റോളിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ആ നേരത്തെ കാണിച്ച കൽമണ്ഡപത്തിലൊക്കെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.